അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ആയിരുന്ന സ്ഥലങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും നിങ്ങളെ ദൈവം പോറ്റി പുലർത്തിയതിന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് നമ്മെ, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറകളെയും ആയിരിക്കുന്ന മേഖലകളിലൊക്കെയും ദൈവം സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുതിയ ദിവസത്തിൽ ഒരു പുതിയ സന്ദേശവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തന്നിരിക്കുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുക. ഈ ദിവസങ്ങൾ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്ന ഒരു ദൈവവൈതലാണോ, ആ ദൈവവൈതന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും നിവർത്തിക്കാൻ പോകുകയാണ്. ഈ മാസം തുടക്കം മുതൽ ഈ നിമിഷം വരെയും ആമേൻ കേട്ട ഓരോ വാഗ്ദത്ത സന്ദേശങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും സമാധാനവും കൊണ്ടുവന്നുവെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്. അനേകം പേരാണ് മെസ്സേജിലൂടെയും ആമേൻ ഫോൺ വിളിയിലൂടെയും അറിയിക്കുന്നത്. ഓരോ മെസ്സേജും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പാസ്റ്ററിന് കഴിയുന്നുണ്ടല്ലോ. ഓരോ മെസ്സേജും നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം സമാധാനം വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. അതിനാധാരമായി യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം, അത് ദൈവത്തിന്റെ മൊബൈൽ നമ്പറാണ്. ആമേൻ. ജെരമ്യാ 33:3 ആമേൻ ദൈവത്തിന്റെ മൊബൈൽ നമ്പറാണ്. ആ വാക്യം ഇങ്ങനെയാണ്: എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായ ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. സ്തോത്രം. എത്ര നല്ല ഒരു വാഗ്ദത്ത വചനമാണ്. ദൈവത്തിന്റെ മൊബൈൽ നമ്പറാണ്. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. ആമേൻ. ഈ ലോകത്തിലുള്ള മനുഷ്യരോട് നിന്റെ കാര്യങ്ങൾ പറയരുത്. ദൈവത്തോട് പറഞ്ഞാൽ ദൈവം ആ മനുഷ്യരോട് പറയും, അവർ നിനക്കായി അത്ഭുതങ്ങൾ ചെയ്യും. ആമേൻ. സ്തോത്രം. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് പറയുക, ദൈവത്തിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുക. എന്റെ ആവശ്യം ഇന്നതെന്ന് അറിയുന്ന ഒരു ദൈവമുണ്ട്. എന്നെ സൃഷ്ടിച്ച എന്റെ ദൈവം എന്റെ ഇന്നും ഇന്നലെ നാളെയും വ്യക്തമായി തിരിച്ചറിയുന്ന ഒരു ദൈവമാണ്. എന്റെ ആവശ്യത്തിനനുസരിച്ച് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ എന്റെ ദൈവം സർവശക്തനാണ്. അങ്ങനെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ദൈവവൈതൽ ഒരിക്കലും കുലുങ്ങാത്ത സിയോൻ പർവ്വതമായിരിക്കും. ഏതൊക്കെ നന്മകൾ അവന്റെ കയ്യിൽ വരണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട്, അത് ആരിലൂടെ അവന്റെ കയ്യിൽ എത്തണമെന്നും ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ വിശ്വസ്തരായിരുന്നാൽ, നമ്മൾ വിശുദ്ധിയോടുകൂടി ജീവിച്ചാൽ, ദൈവം തരുന്ന ആ നന്മകളെ സത്യസന്ധമായി ചെലവഴിക്കാനുള്ള ഒരു മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടായാൽ ദൈവം നമ്മുടെ മുമ്പിൽ അതിമഹത്തരമായ കാര്യങ്ങൾ അറിയിക്കും. ഈ ദിവസങ്ങളിൽ അവൻ എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും. ഇതുപോലത്തെ ഒരു ദൈവത്തെ നമുക്ക് എവിടെ കാണുവാൻ കഴിയും? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് ആമേൻ നമ്മെ സഹായിക്കുന്ന ഒരു ദൈവം, നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കുവാൻ വേണ്ടി കാതോത്തിരിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നെടുമ്പാറ വീണ് നിലവിളിച്ച് കരഞ്ഞ് ആമേൻ അവന്റെ മുമ്പിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ നമുക്കായി ചില സ്വർഗീയ വാതിലുകൾ തുറക്കും. ആമേൻ. ഞാൻ തുറന്നാൽ അത് ആരും അടയ്ക്കത്തില്ല, ഞാൻ അടച്ചാൽ അതാരും തുറക്കത്തില്ല. അങ്ങനത്തെ ചില വാതിലുകൾ നമുക്കായി ദൈവം തുറക്കുക മാത്രമല്ല, ഇവിടെ വ്യക്തമായി പറയുന്നു, നീ അറിയാത്ത മഹത്തായ ആമേൻ അഗോചരമായ ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. സ്തോത്രം. ഈ ലോകത്തിലെ 820 കോടി ജനം താമസിക്കുമ്പോൾ അവർക്കാർക്കും അറിയാത്ത മഹത്തായതും അഗോചരമായ കാര്യങ്ങളെ നിങ്ങളെ അറിയിക്കണമെങ്കിൽ ആമേൻ നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ദൈവത്തിന്റെ വചനത്തിലും അവന്റെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവവേദനായി മാറണം. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഈ മാസം അവസാനിക്കാൻ ഇനി ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ? ഞാൻ കേട്ട വാഗ്ദത്തങ്ങൾ ചിലതെല്ലാം നിവർത്തിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. മനുഷ്യരിൽ ആശ്രയം വയ്ക്കരുത്. ഞാൻ കൈകൂപ്പി വിളിച്ചു പറയാം, മനുഷ്യർ നിന്നെ ഉപേക്ഷിക്കും, മറന്നുകളയും, കൈവിട്ടു കളയും. ആമേൻ. അനേകം പേർ ഞാൻ കണ്ടിട്ടുണ്ട്, മനുഷ്യരുടെ നന്മ ലഭിക്കാത്ത ഒറ്റ കാരണം കൊണ്ട് ഈ സുവിശേഷ ആമേൻ ആമേൻ ഈ പ്രവർത്തികളെ വിട്ടുകളഞ്ഞിട്ട് പോയ അനേകം പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അനേകം പേരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മനുഷ്യരെ കണ്ടിട്ടല്ല സുവിശേഷ വേലയ്ക്ക് ഇറങ്ങേണ്ടത്, നിങ്ങൾ ദൈവത്തെ കണ്ടിട്ട് ഇറങ്ങണം. അവൻ ഇന്നേക്ക് 5 വർഷത്തിന് മുമ്പേ എനിക്കുണ്ടായിരുന്ന ഒരു ജോലിയെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പൂർണ്ണ സമയമായി സുവിശേഷ വേലയ്ക്കായി ഇറങ്ങുമ്പോൾ ഞാൻ ഒരിക്കലും ഈ ലോകത്തിലെ മെറ്റീരിയൽ പർപ്പസ് നോക്കിയില്ല. ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ തൊണ്ടയിൽ ശബ്ദമുള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ ദൈവത്തിനു വേണ്ടി സ്തുതി പാടും. ഞാൻ എൻ്റെ ദൈവ
ദൈവത്തിന് വേണ്ടി കീർത്തനം പാടും. ഞാൻ എൻ്റെ ദൈവത്തിന്റെ സ്തോത്രയാഗങ്ങളെ എൻ്റെ നാവിന്മേൽ എപ്പോഴും ചലിപ്പിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ദൈവവൈതനായി നിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് ചില സന്ദേശങ്ങൾ അറിയിക്കും. അവൻ ആരും അറിയാത്ത ചില രഹസ്യങ്ങളെ വെളിപ്പെടുത്തും. ഇന്ന് പകൽക്കാലം അതിനായിട്ട് നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേട്ട ചില വാഗ്ദത്തങ്ങളും പ്രവചന ശബ്ദങ്ങളും ദൈവിക ദൂതുകളും ദൈവം നിങ്ങളിലൂടെ നിവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you.